T20 ലോകകപ്പ് സൂപ്പർ 8 മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നിറം മങ്ങിയ പ്രകടനമാണ് ഇന്ത്യൻ ബാറ്റർമാർ കാഴ്ചവെച്ചത്. 76 റൺസിന് ഇന്ത്യൻ ടീം പരാജയപ്പെട്ടതോടെ സഞ്ജു സാംസനെ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം വീണ്ടും ശക്തമായിരിക്കുകയാണ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ 188 റൺസായിരുന്നു ഇന്ത്യയുടെ വിജയലക്ഷ്യം. എന്നാൽ ബാറ്റർമാർ നിരാശപ്പെടുത്തിയതോടെ 111 റൺസിന് ഇന്ത്യ ഓൾ ഔട്ടായി. മത്സരത്തിന് ശേഷം ഏറ്റവും അധികം ചർച്ചയാകുന്നത് സൂര്യകുമാർ യാദവ് മത്സരത്തിന് മുമ്പ് നടത്തിയ പ്രതികരണമാണ്. സഞ്ജു സാംസനെ കളിപ്പിക്കുമോ എന്ന ചോദ്യത്തിന് ആരെ പുറത്താക്കും, അഭിഷേകിനെയോ അതോ തിലകിനെയോ എന്ന് പരിഹാസ ചിരിയോടെ സൂര്യ പ്രതികരിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ സഞ്ജുവിനെ ടീമിലെത്തിക്കാൻ ആരെ പുറത്താക്കിയാലും കുഴപ്പമില്ല എന്നാണ് ലോകകപ്പിലെ ഇന്ത്യൻ ബാറ്റർമാരുടെ പ്രകടനം സൂചിപ്പിക്കുന്നത്. സഞ്ജുവിനെ കളിപ്പിക്കണമെന്ന് പറയാൻ ചില കാരണങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. കാരണം 1, ഇന്ത്യൻ ഓപ്പണർമാർക്കെതിരെ കഴിഞ്ഞ 3 മത്സരങ്ങളിലും ഒരേ തന്ത്രമാണ് എതിരാളികൾ പയറ്റിയത്. രണ്ടുപേരും ഇടങ്കയ്യന്മാരായതുകൊണ്ട് തന്നെ എതിരാളികൾക്ക് കാര്യങ്ങൾ എളുപ്പമാകുന്നു. പാകിസ്ഥാനും നെതർലൻഡ്സും ദക്ഷിണാഫ്രിക്കയും ഓഫ് സ്പിന്നർമാരെയാണ് ആദ്യ ഓവറിൽ പന്തേൽപ്പിച്ചത്. 3 തവണയും ഇന്ത്യൻ ഓപ്പണിംഗ് ജോഡിയെ പൊളിക്കാൻ എതിരാളികൾക്ക് സാധിച്ചു. പാക് താരം സൽമാൻ അലി ആകെയും നെതർലൻഡ്സ് താരം ആര്യൻ ദത്തും ആദ്യ ഓവറിൽ അഭിഷേക് ശർമ്മയെയാണ് ഡക്കാക്കി മടക്കിയത്. ഇപ്പോഴിതാ ദക്ഷിണാഫ്രിക്കൻ ഓഫ് സ്പിന്നർ ഐഡൻ മർക്രം ഇഷാൻ കിഷനെ 0-ന് പുറത്താക്കിയിരിക്കുകയാണ്. അഭിഷേകിന് വെച്ച കെണിയിൽ ഇഷാൻ വീണുവെന്നും വേണമെങ്കിൽ പറയാം. ടീം ലൈനപ്പിൽ കൂടുതൽ ഇടങ്കയ്യൻ ബാറ്റർമാർ ഉള്ളതിനാൽ എതിരാളികൾ ഓഫ് സ്പിന്നർമാരെ തങ്ങൾക്കെതിരെ കൂടുതലായി ഉപയോഗിക്കുന്നുണ്ടെന്ന് ഇന്ത്യൻ സഹപരിശീലകൻ റയാൻ ടെൻ ഡോഷറ്റ് തന്നെ സമ്മതിക്കുന്നുണ്ട്. ടോപ്പ് ഓർഡറിൽ സഞ്ജുവിനെ പോലൊരു വലങ്കയ്യൻ ബാറ്ററെ ഉൾപ്പെടുത്തിയാൽ പിന്നെ എതിരാളികൾ ആദ്യ ഓവർ തന്നെ ഓഫ് സ്പിന്നർമാരെ ഏൽപ്പിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കും. രണ്ടാമത്തെ കാരണം ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ താരങ്ങളുടെ മോശം പ്രകടനമാണ്. ഈ ലോകകപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം നടത്തുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ച താരമാണ് അഭിഷേക് ശർമ്മ. ആദ്യ 3 മത്സരങ്ങളിലും അഭിഷേക് റണ്ണെടുക്കാതെ മടങ്ങി. ഒടുവിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 12 പന്തിൽ 15 റൺസ് എടുത്താണ് അഭിഷേക് പുറത്തായത്. ഇതുവരെ ലോകകപ്പിൽ മികച്ച പ്രകടനം നടത്താൻ അഭിഷേകിന് കഴിഞ്ഞിട്ടില്ല. ഓപ്പണിംഗ് കൂട്ടുകെട്ട് വേഗം തന്നെ തകരുന്ന സാഹചര്യത്തിൽ 3-ാം നമ്പറിൽ കളിക്കുന്ന താരത്തിന് വലിയ ഉത്തരവാദിത്തമാണ് ഉള്ളത്. ഇന്ത്യക്ക് വേണ്ടി 3-ാം നമ്പറിൽ കളിക്കുന്ന തിലക് വർമ്മയ്ക്ക് കാര്യമായ സംഭാവനകൾ നൽകാൻ സാധിക്കുന്നില്ല. മികച്ച പ്രഹരശേഷിയിൽ കളിക്കാൻ സാധിക്കാത്ത തിലക് വർമ്മ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 1 റണ്ണെടുത്താണ് മടങ്ങിയത്. സഞ്ജു ടീമിലുണ്ടായിരുന്ന ന്യൂസിലൻഡ് പര്യടനത്തിൽ 3-ാം നമ്പറിൽ ഇഷാൻ കിഷൻ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചിരുന്നു. തിലകിനെ ടീമിൽ നിന്ന് മാറ്റി സഞ്ജുവിനെ ടീമിലെത്തിച്ചാൽ ഇഷാന് വീണ്ടും 3-ാം നമ്പറിൽ കളിക്കാൻ സാധിക്കും. മൂന്നാമത്തെ കാരണം ഇടങ്കയ്യന്മാർ ടീമിൽ ധാരാളമുണ്ട് എന്നതാണ്. ഈ ലോകകപ്പിൽ ഏറ്റവും അധികം ഓഫ് സ്പിന്നർമാരെ നേരിടേണ്ടി വന്ന ടീമാണ് ഇന്ത്യ. ഗ്രൂപ്പ് ഘട്ടത്തിലെ മാത്രം കണക്കുകൾ പരിശോധിച്ചാൽ ഓഫ് സ്പിന്നർമാർക്കെതിരെ ഇന്ത്യയുടെ റൺ റേറ്റ് 7-നും താഴെയാണ്. മറ്റ് ടീമുകളെ അപേക്ഷിച്ച് ഇക്കാര്യത്തിൽ വളരെയധികം പിന്നിലാണ് ടീം ഇന്ത്യ. ഓഫ് സ്പിന്നർമാർക്കെതിരെ ഇന്ത്യൻ ഇടങ്കയ്യന്മാരുടെ റൺ റേറ്റ് 6-നും താഴെയാണ് എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇന്ത്യയുടെ ആദ്യ 8 ഫസ്റ്റ് ചോയ്സ് ബാറ്റർമാരിൽ 6 പേരും ഇടങ്കയ്യന്മാരാണ്. അതുകൊണ്ടാണ് എതിരാളികൾ ഇന്ത്യക്കെതിരെ ഓഫ് സ്പിൻ കെണിയൊരുക്കുന്നത്. ഈ പ്രശ്നം പരിഹരിക്കാൻ വലംകയ്യനായ സഞ്ജു സാംസനെ ടോപ്പ് ഓർഡറിൽ ഉൾപ്പെടുത്തുകയാണ് ഇന്ത്യക്ക് ചെയ്യാനാകുന്ന ഏക പ്രതിരോധം. വരും മത്സരങ്ങളിൽ ഇന്ത്യ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി സഞ്ജുവിന് അവസരം നൽകണമെന്നാണ് ആരാധകർ ഉന്നയിക്കുന്ന കാര്യം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.